നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മുടെ KR മീരയുടെ നേതൃത്വത്തിൽ, സാഹിത്യകാരി KR മീരയുടെ നേതൃത്വത്തിൽ അശോകൻ ചെരുവിലും വൈശാഖനും ഒരു 50ഓളം പേര് ടൂർ പോയിരുന്നു നിലമ്പൂരിലേക്ക്. അതിനകത്ത് മുകുന്ദൻ ടൂർ പോയില്ല, മുകുന്ദൻ അല്ലാതിരുന്ന് പറഞ്ഞതേ ഉള്ളൂ, ടൂർ പോയില്ല, ആശംസ അറിയിച്ചു. അവരെല്ലാം കൂടെ പറഞ്ഞു സ്വരാജ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് കുഴപ്പമായി പോകുമെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ദേവികയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൽപ്പറ്റ നാരായണനെ പോലെ ആളുകൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സിനിമയിൽ ഉള്ള ജോയ് മാത്യുവിനെ പോലെ ആളുകൾ പറഞ്ഞു നിങ്ങൾ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനോട് സമയമായിട്ടില്ല, ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്, ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം ഒരു വിഷയം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വന്നു, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വിഷയം വന്നു, ഒരു ഓമന എന്ന് പറഞ്ഞ വനിത മരിച്ചു, പിന്നെ അപകടത്തിൽ മരിച്ചു. ഇപ്പം എവിടെ ഇരിക്കുന്നു നമ്പർ 1? എവിടെ പോയി മീരമാർ? അശോകൻ ചരിവിലാണോ, നടുവിലാണോ, സൈഡിലാണോ, എവിടെ ഇരിക്കുന്നു? നിങ്ങൾ എന്തേ പ്രതികരിക്കാത്തത്? നിങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ, സാഹിത്യ രംഗങ്ങളിൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണ്ടേ? വീണ ജോർജിനോടുള്ള അഭിപ്രായം പറയണ്ടേ? അവർ പച്ചയ്ക്ക്, വാസ്തവനും വീണ ജോർജും പച്ചയ്ക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അവിടെ വന്ന് പോലീസിനെയും അവിടെ നിന്ന് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചില്ല. അതുപോലെ കോട്ടയം ജില്ലാ ഓഫീസ് സൂപ്രണ്ട്, അല്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ, ഇവരെല്ലാം ഉത്തരവാദിയല്ലേ? ആരെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത്? ഒരു മനുഷ്യർ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലല്ലോ. ചാനലിൽ വന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചിരിച്ചതുകൊണ്ടോ കളിച്ചുകൊണ്ടോ കാര്യമില്ല. അപ്പം മീരമാർ എവിടെയാണ്? KR മീരമാർ എവിടെയാണ്? നിങ്ങൾ വീണ്ടും പുസ്തകം എഴുതാനുള്ള തയ്യാറെടുക്കലായിരിക്കും, അതോ അവാർഡുകൾ കിട്ടാനുള്ള സന്നാഹത്തിന് വേണ്ടി ഒരുങ്ങി നടക്കുകയാണോ? എന്താണ് നിങ്ങൾ? ഷർട്ട് തച്ച് വെച്ചിരിക്കുകയാണോ? സാരി വാങ്ങി വെച്ചിരിക്കുകയാണോ? എവിടെയാണ് നിങ്ങൾ? തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ട്രോളോട് ട്രോളാണ്, ട്രോൾ മഴ. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. നമ്മൾ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ KR മീരമാരെയും ചരുവിൽമാരെയും അശോകൻ ചരുവിൽമാരെയും വൈശാഖന്മാരെയും തിരക്കി വല്ലാത്ത വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം. ഒന്ന് തുറക്കൂ പണ്ഡിതന്മാരെ, പണ്ഡിതകളെ എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ പണ്ഡിതന്മാരുമാണ്. നിങ്ങൾ സ്വരാജിനെ പോലുള്ള ആളുകൾ അസംബ്ലിയിൽ എത്തിക്കാൻ, നിയമസഭയിൽ എത്തിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ 5% മധുമാർ മരിക്കുമ്പോൾ, അതുപോലെ തന്നെ രാജന്മാർ മരിക്കുമ്പോൾ, ഇവിടുത്തെ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ആദിവാസികൾ മലപ്പുറത്ത് സമരം ചെയ്യുമ്പോൾ, പിന്നെ ഗ്രോവാസു 90 വയസ്സ് കഴിഞ്ഞ ഗ്രോവാസു സമരം കിടക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ നിങ്ങൾ എന്താണ് കഴിച്ചിരിക്കുന്നത്? തൊണ്ടയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ? എന്താ പറയുക? എന്ത് ഭാഷയാണ് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും KR മീരമാർ ഒന്നുകിൽ മാളത്തിലാണ്, അല്ലെങ്കിൽ CM ടൂർ പോയ മുറയ്ക്ക് അവരും കൂടി ടൂർ പോയിരിക്കുകയാണ്. ഇനി വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ വരും. വീണ്ടും ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവരെ ജയിപ്പിക്കാനെന്നുള്ള വ്യാജേന മീരമാർ വരും. കേരളം അതീവ ഗൗരവത്തോടെ കാത്തിരിക്കുക മീരമാരുടെ വാക്കിനായിട്ട്. എന്തൊരു ഗതികെട്ട നാടാണ്. സാംസ്കാരിക സാമൂഹ്യ നായകന്മാരെ, നിങ്ങളെ ഓർത്ത് സാക്ഷര കേരളം ലജ്ജിക്കുന്നു.